തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം അഥവാ ശാർക്കര ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചരിത്രപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത്. 1748 ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ടുത്സവം ആദ്യമായി തുടങ്ങി. പ്രശസ്ത സിനിമാ താരമായിരുന്ന പ്രേം നസീർ ഇവിടെ ഒരിക്കൽ ആനയെ നടയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത്. അതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി പണ്ട് അവിടെ വഴിയമ്പലം ഉണ്ടായിരുന്നു. ആലങ്ങാട്ട്, ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ശാർക്കര വഴിയായിരുന്നു. ഒരിക്കൽ അതിലൊരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യയ്ക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കര പാത്രങ്ങളിലൊന്ന് ഇളകുന്നില്ലെന്ന് മനസ്സിലായി. വ്യാപാരികൾക്ക് ശർക്കരപാത്രം അവിടെ ഉപേക്ഷിക്കാനും കഴിയുമായിരുന്നില്ല. പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്വമംഗലത്ത് സ്വാമിയാർ അവിടെ വരികയും അവരുടെ ദുഃഖനിവാരണം നടത്തിക്കൊടുക്കുകയും ചെയ്തു എന്ന ഐതിഹ്യം. ശർക്കരപാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന പരാശക്തി ചൈതന്യമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ എല്ലാ വർഷവും സർവൈശ്വര്യ പൂജ നാട്ടുകാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തുന്നു. തുലാമാസത്തിലെ 9 ദിവസം നവരാത്രി വൃശ്ചികം 1-ാം തീയതി മുതൽ 41 ദിവസം മണ്ഡലകാല ഉത്സവം. കുംഭമാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന കാളിയൂട്ടിന് 9 ദിവസത്തെ ഉത്സവ പരിപാടികളും അതിനുശേഷം അവസാന നിലത്തിൽ പോരോടുകൂടി അവസാനിക്കുന്നത്. അതാണ് മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി 10 ദിവസം അവിടുത്തെ മീനഭരണി മഹോത്സവം വലിയ രീതിയിൽ വിവിധ കലാപരിപാടികൾ ദേവി ക്ഷേത്രം നടത്തുന്നു. പിന്നീട് 10ാം ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് മേടമാസത്തിലെ 10ാം വരെ ശാർക്കര മൈതാനത്തിൽ സർവൈശ്വര്യ പൂജ വിവിധ തരം മേളകളും സംഘടിപ്പിക്കാൻ നടത്തുന്നു. തുലാമാസത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവം വൃശ്ചികം 1-ാം തീയതി മുതൽ 41 ദിവസം മണ്ഡലകാല ഉത്സവം. കുംഭമാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന കാളിയൂട്ടിന് 9 ദിവസത്തെ ഉത്സവ പരിപാടികളും അതിനുശേഷം അവസാന ദിവസം നിലത്തിൽ പോരോടുകൂടി അവസാനിക്കുന്നതാണ് കാളി ദാരിക യുദ്ധം. മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി മഹോത്സവം വലിയ രീതിയിൽ വിവിധ കലാപരിപാടികളോടുകൂടി നടത്തുന്നു. 9ാം ദിവസം 22 കരക്കാരുടെ ഉരുൾ മഹോത്സവം. 10ാം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ട് ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറക്കി ഉത്സവം അവസാനിപ്പിക്കുന്നു. ഈ ഉത്സവമാണ് പ്രസിദ്ധമായ ശാർക്കര ഭരണി എന്ന് അറിയപ്പെടുന്നത്. ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് മേടമാസത്തിലെ 10ാം ഉദയം വരെ ശാർക്കര മൈതാനത്തിൽ വിവിധ തരം മേളകളും സംഘടിപ്പിക്കാറുണ്ട്. പാർവതി ദേവിയുടെ ഒരു രൂപമായ ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ശാക്തേയ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ്, പ്രധാനവുമായ ഒന്നാണ്. ആറ്റിങ്ങൽ റാണിമാരാണ് ഈ ഉത്സവം നടത്തുന്നത്, കാളിയൂട്ട് ഉത്സവം നടത്തുന്നത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയാണ് ഈ ബഹുമതി അവർക്ക് നൽകിയതെന്ന് പറയപ്പെടുന്നു. രാജകുടുംബത്തിൽ റാണിമാർക്ക് സ്വതന്ത്ര പദവി നൽകിയതായും അറിയപ്പെടുന്നുണ്ട്. ധാരാളം വ്യാപാര കേന്ദ്രങ്ങളുണ്ട് അവിടെ. കുട്ടികൾക്ക് പറ്റുന്ന കളിക്കോപ്പുകൾ, ഭക്ഷണ സാധനങ്ങൾ, ജ്യൂസുകൾ, വീട്ടുപകരണങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ തന്നെ വിവിധ തരത്തിൽ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി പാകം ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ചിപ്സ് പോലെയുള്ള വറുത്ത ഭക്ഷണ വസ്തുക്കൾ ധാരാളം. ഒരു മാസത്തോളം ഈ കടകൾ അവിടെ എല്ലാ തരത്തിലുള്ള വിത്ത് വർഗ്ഗങ്ങൾ അങ്ങനെയെല്ലാം ഉള്ള കടകൾ ഏതാണ്ട് ഒരു മാസത്തിലധികം അവിടെ ഉണ്ടായിരിക്കും. എല്ലാം കൊണ്ടും വർണ്ണാഭമായ ഒരു വളരെ പ്രത്യേകത നിറഞ്ഞ തിരുവനന്തപുരത്തെ ആഘോഷങ്ങളിൽ പ്രധാനമെന്ന് തന്നെ പറയാം ശാർക്കര ദേവി ക്ഷേത്രം. ശാർക്കര ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ട്, അതിനോടനുബന്ധിച്ച് ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഈ
കടകൾ, ചെടികളും പാത്രങ്ങളും ഭക്ഷണവസ്തുക്കളും കൗതുകമുണർത്തുന്നതും രസകരവും ആവേശഭരിതവുമായിട്ടുള്ള രസകരമായ വർണ്ണാഭമായ ശർക്കര ക്ഷേത്രത്തിലെ കാഴ്ചകളിൽ